ഹായ്, ഹായ്. നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ്. ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളിത് ഒരു എന്താ പറയുക ചെറിയൊരു ചടങ്ങായിട്ടൊക്കെ നടത്തിയിട്ട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. എന്താ പറയുക ഞങ്ങൾ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ വിചാരിച്ച ഒരു കാര്യം നടന്നിട്ടില്ല. സത്യം. എന്തൊക്കെ നടത്തണം എന്ന് വിചാരിച്ചു അതൊന്നും നടന്നിട്ടില്ല. കല്യാണം നടത്തണം എന്ന് വിചാരിച്ചു. രജിസ്റ്റർ മാരേജിന് പറ്റുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് നടത്തി. അപ്പം അതിനുശേഷം എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു കല്യാണം കുടുംബക്കാരെയും കൂട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു കല്യാണം നടത്തണം എന്ന് വിചാരിച്ചു. അത് നടന്നില്ല. മോനെ കൊണ്ടുവന്നതിന് ശേഷം ചെറിയൊരു ബേബി ഫോട്ടോഷൂട്ട് നടത്തണം എന്ന് വിചാരിച്ചു. നടന്നില്ല. ഒരു ചെറിയ കേക്ക് മുറി നടത്തണം എന്ന് വിചാരിച്ചു. നടന്നില്ല. ഏറ്റവും ഇത് 50K ആയപ്പം ഞാൻ അതിന് കേക്ക് മുറിക്കണം വിചാരിച്ച്. കുറെ നാൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഇവളുടെയും കുഞ്ഞിനെയും ജ്ഞാനസ്നാനം നടത്തണം, പള്ളി വെച്ച് കെട്ട് നടത്തണം. എനിക്ക് തോന്നുന്നില്ല ഒന്നും നടക്കുന്നു. കാരണം എല്ലാം ഓരോരോ സംഭവങ്ങളായിട്ട് നടക്കുമല്ലേ. അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫിൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യമായിരുന്നു മോൻ്റെ പേരിടൽ ചടങ്ങ്. അപ്പോൾ അതും ഒരു ചടങ്ങായിട്ട് തന്നെ നടത്തണം എന്ന് വിചാരിച്ചായിരുന്നു. ഇനിയിപ്പം ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കുമെന്നൊന്നും തോന്നുന്നില്ല. എല്ലാ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഞങ്ങളുടെ ആ ഒരു സന്തോഷം ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ചെറിയ ചടങ്ങായിട്ടൊക്കെ നടത്തി എല്ലാവരും മുമ്പിൽ വെച്ച് മോൻ്റെ പേര് വിളിക്കണം എന്നായിരുന്നു ഞങ്ങൾക്കൊക്കെ ആഗ്രഹം. എന്താ പറയുക, ആഗ്രഹിക്കുന്നതിന് വിപരീതമായിട്ടല്ലേ നടക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് സാധിച്ചു കിട്ടുവാണെങ്കിൽ പിന്നെ നമ്മളും ദൈവം തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ, അതുകൊണ്ടാവാം നമ്മൾ വിചാരിക്കുന്നതിന് വിപരീതമായിട്ട് പലതും നടക്കുന്നത്. അപ്പോൾ മോൻ്റെ പേര് ഞങ്ങൾ ഇട്ടിരുന്നതെന്ന് വെച്ചാല് പേര് ഞങ്ങള് ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് പേര് ഞങ്ങള് പ്രഗ്നന്റ് ആയിരുന്നപ്പോഴേ പറഞ്ഞല്ലോ, പേരൊക്കെ കണ്ടുവച്ചായിരുന്നു. ബോയ്ക്കുള്ളതും ഗേളിനുള്ളതും എല്ലാം കണ്ടുവച്ചായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തൊരു പേരായിരുന്നു. അപ്പൊ അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പേര് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം അത് എല്ലാരും കുറെ പേര് ചോദിച്ചു പേര്. അതുകൊണ്ട് ഞങ്ങൾ ഇനി അധികം നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പേരിന്റെ അനൗൺസ്മെന്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചത് കേട്ടോ. എൻ്റെ അപ്പാപ്പന്റെ പേര് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അപ്പാപ്പനെ. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മോനിടുന്ന പേര് അർത്ഥമുള്ളതായിരിക്കണം, അതുപോലെ തന്നെ എന്താ പറയുന്നത് നമ്മുടെ കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചാൽ അർത്ഥമുള്ള പേരായിരിക്കണം. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് കാത്തിരുന്നിട്ട് കിട്ടിയതാണ് ഞങ്ങളുടെ മോന്. അപ്പം ആ മോനിടുന്ന പേരും അതുപോലെ തന്നെ അർത്ഥമുള്ള പേരായിരിക്കണം. അതേപോലെ തന്നെ അത്രയും നാളത്തെ കാത്തിരിപ്പും ഞങ്ങളുടെ സന്തോഷം എല്ലാം ചേർന്നതായിരിക്കണം ആ പേര് എന്നുള്ള ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എൻ്റെ അപ്പാപ്പൻ്റെ പേരും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ദൈവം തന്ന ദാനമാണ്. അപ്പം ആ ഇതും വരുന്ന രീതിയിൽ തന്നെ ഉള്ളൊരു പേര് മോനിടണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു പേരാണ്. പലർക്കും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരുടെ ചെന്ന് എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചില്ലായിരുന്നോ ബർത്ത് സർട്ടിഫിക്കറ്റില്? ഇപ്പൊ പലർക്കും നമ്മള് പറയുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് പലർക്കും മനസ്സിലാവാറില്ല. പിന്നെ ആദ്യം പറയുന്ന പേര് എല്ലാവർക്കും മനസ്സിലാവാറുണ്ട്, ഏറ്റവും ലാസ്റ്റ് പറയുന്ന പേര് മനസ്സിലാവാറുണ്ട്, മനസ്സിലാകാറില്ല. മോനിട്ടിരിക്കുന്ന പേര് ഞങ്ങള് ഗബ്രിയേൽ ഹനന്യാഹു സെബാസ്റ്റ്യൻ എന്നാണ്. അതായത് ഗബ്രിയേൽ എന്ന് വെച്ചാൽ എൻ്റെ അപ്പാപ്പന്റെ പേരാണ്. ഗബ്രിയേൽ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പോരാളി എന്നാണ് പേരിന്റെ മീനിങ് വരുന്നത്. ഹനന്യാഹു എന്ന് വെച്ചാല് ദൈവത്തിന്റെ ദാനം എന്നാണ് ഹനന്യാഹുവിന്റെ മീനിങ്. ഹനന്യാഹു എന്നല്ല യഥാർത്ഥത്തിലുള്ള പേര്, ഹനന്യാഹ് എന്നാണ് യഥാർത്ഥ പേര് ഇത് വരുന്നത്. പക്ഷെ ഞാനത് ഹനന്യാഹു എന്നാക്കി. ഹനന്യാഹു എന്നാക്കിയാലും പേരിന്റെ മീനിങ് ഒന്ന് തന്നെയാണ്. ഹീബ്രു നെയിമാണ് ഹനന്യാഹ് എന്ന് വെച്ചാല്. അപ്പം ഹീബ്രു നെയിം തന്നെ നമ്മൾ മലയാളത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ചെറിയൊരു ചേഞ്ച് വ്യത്യാസം വരും. അപ്പൊ ഹനന്യാഹു എന്നാക്കി. അപ്പം ഗബ്രിയേൽ ഹനന്യാഹു സെബാസ്റ്റ്യൻ എന്നുള്ള എൻ്റെ പേരാണ്. അപ്പം ആ ഒരു അർത്ഥത്തിൽ തന്നെ വേണേ നമുക്ക് ഗബ്രിയേൽ ഹനന്യാഹു സെബാസ്റ്റ്യൻ അശ്വതി എന്ന് വേണമെങ്കിൽ നമുക്ക് ആക്കാം. ഒരു എക്സാം ഒക്കെ എഴുതുമ്പോഴേ ഒരു പേപ്പർ തീരും, പിന്നെ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയവും പോകും. ഏറ്റവും വിറ്റുന്നെന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുവന്നായിരുന്നു. അവിടെ ചെന്നിട്ട് സിസ്റ്റർ വെച്ച് ഗബ്രിയേൽ, ബാക്കി പേരെന്നാ പിച്ചൻ ഹനന്യാഹു എന്നാ. രണ്ടാമത് ഒന്നുകൂടെ പറയുമ്പോ ആ സിസ്റ്റർ പറയാ കൊച്ചു വലുതായി വരുമ്പോ ഇതിന്റെ ബാക്കി കിട്ടുമെന്ന്. ഇന്ന് ഞാന് ഹൃദയം പദ്ധതിയിൽ മോന്റെ പേര് ചേർക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹൃദയം പദ്ധതിയിൽ ചേർത്താലേ മോന്റെ ഇപ്പൊ സർജറി ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഇളവും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പൊ സർക്കാർ ഹോസ്പിറ്റലാണെങ്കിലും ചില
പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഹൃദയം പദ്ധതി വെച്ചിട്ട് ഇങ്ങനെ ജന്മന ഹാർട്ടിന് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് എന്താ പറയുന്നത്, ജനിച്ച ദിവസം തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചിലർക്ക് ഇളവുകൾ പ്രകാരവും ചിലർക്കാണെങ്കിൽ പൂർണ്ണമായിട്ടും ചികിത്സ കൊടുക്കുന്നുണ്ട് ഹൃദയം പദ്ധതി പ്രകാരം. അപ്പൊ ഇന്ന് ഞാൻ അവിടെ പോയി പേര് രജിസ്റ്റർ ചെയ്യാൻ പോയ സമയത്ത് മോന്റെ മുഴുവൻ പേരും പറയണമായിരുന്നു. എത്രയും നാൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കുന്ന സമയത്ത് ഗബ്രിയേൽ അങ്ങനെ പറയുന്നുള്ളായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് സിസ്റ്റർ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഗബ്രിയേൽ ഹനന്യാഹു. അപ്പം സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ പറയാം, ആ മോൻ വളർന്നു വരട്ടെ, അവൻ നിങ്ങൾക്ക് തന്നോളൂ, അവൻ എങ്ങനെ ഇത് ഉച്ചരിക്കുന്നുള്ളതാണ്. സ്പെല്ലിങ് ഞാൻ പറഞ്ഞുതരാം. ഗബ്രിയേൽ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഹനന്യാഹു എന്ന് വെച്ചാൽ ഞാൻ ഉപവാസമായിരുന്നു. ഞാൻ ഒരു 70 ദിവസത്തേക്ക് ഉപവാസം പിടിച്ചേക്കാം. മോനിപ്പോ സുഖമല്ലാണ്ടിരിക്കല്ലേ. അപ്പം 70 ദിവസത്തേക്ക് ഞാൻ ഫുഡൊന്നും കഴിക്കൂല. ഒരു നേരത്തെ ഫുഡായിരിക്കും. 6 മണിക്ക് മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ. വൈകുന്നേരം 6 മണിക്ക്, പിന്നെയും പിറ്റേ ദിവസം വൈകുന്നേരം 6 മണിക്ക്, അങ്ങനെ ഫുഡ് കഴിക്കുള്ളൂ. ഒരു നേരത്തെ ഫുഡ് 70 ദിവസത്തേക്ക് കഴിക്കൂല. അങ്ങനെ ഞാൻ ഉപവാസം പിടിച്ച് നിൽക്കുകയാണ് മോന് വേണ്ടിയിട്ട്. ഒരു കുഴപ്പം കൂടാതെ എൻ്റെ മോൻ എൻ്റെ കൈ കിട്ടണം. ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണെങ്കിൽ ഫുഡ് കഴിക്കാറില്ല. അപ്പം ഇത്രയും നേരം നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഒരു ഗ്യാസിന്റെ ഒക്കെ ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല. അതാണ് എനിക്ക് ഓൾറെഡി ശ്വാസം മുട്ടുള്ളതാണ്. എനിക്ക് വാൽവിന് പ്രശ്നമുള്ള ശ്വാസം മുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തും ഇത്തിരി വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ, ഐസ്ക്രീം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പ്രേയുടെ മണം, പൊടി, ഇങ്ങനെയൊക്കെ പുക, ഇതൊക്കെ അടിക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ട് വരും. അപ്പൊ അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഭക്ഷണം നിറച്ച് കഴിച്ചപ്പോൾ വന്നത്. അപ്പം ഹനന്യാഹുവിന്റെ ഉള്ള സ്പെല്ലിംഗ് എന്ന് വെച്ചാൽ HANANI അല്ല ഇല്ലല്ല HANANIAHU ഹനന്യാഹു. അതാണ് സ്പെല്ലിങ്. അപ്പോ ചിലർക്കൊന്നും ചിലപ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ ഇന്ന് ഒരുപാട് പേര് വിളിച്ചു കേട്ടോ. യൂട്യൂബിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. പലരും സംസാരിക്കണം താല്പര്യം കാണിച്ചിട്ട് ഞാൻ എന്റെ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വിളിച്ചു. ഒരുപാട് പേരെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നാണ് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഫോണിന് റെസ്റ്റ് ഇല്ലാതെ കോള് വന്ന. സാധാരണ എന്നെ വിളിക്കുന്ന വെച്ചാൽ ഒന്നുകിൽ ഇവള് വിളിക്കും, അമ്മ വിളിക്കും, കൂട്ടുകാരനുണ്ട് അവൻ വിളിക്കും, കൂട്ടുകാരന്റെ വൈഫ് ചിലപ്പം വിളിക്കും, പിന്നെ ഏറ്റവും അടുത്ത 1-2 കൂട്ടുകാരുണ്ട്. അത് വല്ലപ്പോഴും അവർ വിളിക്കത്തുള്ളൂ, എന്നും വിളിക്കത്തില്ല. എന്നും വിളിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാല് അമ്മ, ഇവള്, എന്റെ കൂട്ടുകാരന്റെ വൈഫ്, ഇവര് 4 പേരാണ് എന്നെ സ്ഥിരം വിളിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ വല്ലപ്പോഴും വിളിക്കുള്ളൂ. അപ്പം അങ്ങനെ വിളിക്കലില്ല കേട്ടോ. പുറത്തോട്ട് എവിടെയെങ്കിലും പുറത്തു പോകുന്ന സമയത്ത് എപ്പോഴാ ഇച്ഛായ വരുന്നത്, ഇച്ഛായ വരുമ്പോ എനിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് വരണേ, എന്തെങ്കിലും ആവട്ടെ. അപ്പം ഇങ്ങനെ മൊത്തം നുണയാണോ? എന്ത് ഞാൻ പറഞ്ഞ മൊത്തം നുണയാണോ? ആണോ? സത്യം ചെയ്. സത്യം മൊത്തം നുണയാണ്. ഞാൻ എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും മേടിച്ചോണ്ട് വരാൻ പറയുന്നത്. ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് ഇവിടുന്ന് പോകുമ്പോ മറന്നു പോവാതിരിക്കാൻ പറയുന്നത്, അല്ലാതെ പോയിട്ട് പിന്നെ വേണമെന്ന് പറയാറില്ല. അപ്പോ എന്താ പറയാ, ഒരുപാട് പേര് വിളിച്ചു, സന്തോഷമുണ്ട്. ഒത്തിരി പേര് സംസാരിച്ചു. ഞങ്ങക്ക് എന്താ പറയാ, സത്യം പറഞ്ഞത് ടെൻഷൻ അല്ല, വിഷമമല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങക്ക് പേടിയാണ്, ഭയങ്കര പേടിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ പേടി ഉണ്ടായിട്ട് ചിരിച്ചും കളിച്ചിരിക്കുന്നല്ലോ. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ പൊരുത്തപ്പെട്ടെന്ന് വെച്ചാല് ഇനിയിപ്പോ മോനെ രക്ഷിക്കാൻ നമുക്ക് സർജറി വഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു വെച്ചാല് പേടിയുണ്ട് ഇപ്പോഴും. പേടിയെന്ന് വെച്ചാൽ നല്ല പേടിയുണ്ട്. പക്ഷെ ടെൻഷനോ അങ്ങനെ വിഷമല്ല. ഞങ്ങൾക്ക് വരുന്ന പേടിയെന്ന് വെച്ചാല് 1 വയസ്സ് പോലും മോനെ ആയിട്ടില്ല. ആ ഒരു പച്ച ശരീരത്തിലോട്ട് എന്താ പറയുന്നത്, കത്തി വെക്കുക എന്നൊക്കെ ഞങ്ങളിങ്ങനെ സത്യം പറഞ്ഞാൽ അതിങ്ങനെ വെറുതെ എങ്കിലും മനസ്സിലാക്കി ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി പേടിയും ടെൻഷനും വരും. മോന്റെ മുഖം കാണുമ്പോൾ ടെൻഷനും പേടിയും വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് വന്നു പോയി അങ്ങനെ ഒരു വിഷമമല്ല, ഉൾഭയം തട്ടിപ്പോയി. അത് എങ്ങനെ പറയണം എന്നറിയില്ല. ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയ ആൾക്കാർക്ക് മനസ്സിലാവും. ഒരുപാട് പേര് വിളിച്ചു, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. അവർ അന്നേരം പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ഞങ്ങൾ ഈ സിറ്റുവേഷനിലൂടെ പോയതാണ്. അവർക്ക് മനസ്സിലാവും ഇപ്പൊ ഞങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോ അത് കാരണം എന്താ പറയുന്നത്, മനസ്സിനെ ഞങ്ങളിപ്പോൾ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എല്ലാവരും ഞങ്ങൾക്ക് ധൈര്യം തരുന്നുണ്ട്. അതിന്റെ ഒരു ഇതാണ് ഇപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറേ ദിവസം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് പോലും എത്രയോ ദിവസമായെന്ന് അറിയത്തില്ല. ഞങ്ങൾ ആകെ ഇവക്ക് ഫുഡ് എടുത്തുകൊണ്ടൊന്ന് കൊടുക്കും, ഞാൻ വെള്ളം വേണമെങ്കിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും, ഇവക്ക് കാര്യങ്ങൾ എടുത്ത് കൊടുക്കും, ഇവളുടെ തുണി കഴുകലും. ഇതാണ് ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിച്ചിട്ടോ, ഒരേ ബെഡിലാണ് കിടക്കുന്നത്, പക്ഷെ 2 അറ്റത്തായിട്ടാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. കാരണം അത്രയ്ക്കും ഞങ്ങൾക്ക് പോലും ഞങ്ങൾ തമ്മിൽ എന്താ പറയുന്നത് ഒരു ഇത് ഇല്ലായിരുന്നു. ഒരു റൂമിൽ കിടക്കുകയാണ്, എന്നിട്ട് പോലും ഞങ്ങൾക്കൊരു
ഫീൽ ഇല്ലായിരുന്നു. ഒരുമാതിരി മരിച്ചൊരു അവസ്ഥയിലായിരുന്നു ഞങ്ങള്. പക്ഷെ ഇന്നലെ തൊട്ട് ഞങ്ങള് തിരിച്ച് ഞങ്ങളുടെ ലൈഫിലോട്ട് വന്നു തുടങ്ങി. ഇന്നൊക്കെ ആയപ്പോഴത്തെ കുറെയൊക്കെ ഞങ്ങൾക്ക് മൈൻഡ് മാറി. കാരണം യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് കുറച്ചൊക്കെ ഞങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മാറി. ചിരിക്കാനും എന്താ പറയുക സന്തോഷിക്കാനും ഒക്കെ ഞങ്ങളിപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് വിളിച്ചു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് നേർന്നു, നാളുകൾ ചോദിച്ചു, പേര് ചോദിച്ചു, എല്ലാവരോടും ഞങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാടധികം നന്ദിയുണ്ട്. ഹൃദയത്തിൽ എന്നും ഉണ്ടാവും, ഞങ്ങളെ ഇന്ന് വിളിച്ച എല്ലാവരും ഹൃദയത്തിലുണ്ടാവും. അത്രയും സന്തോഷവും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു ബുദ്ധിമുട്ട് ഇത്രയും ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര്, അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കമന്റുകളാണ് വന്നത്. സത്യത്തില് എന്താ പറയേണ്ടത്, സന്തോഷമുണ്ട്. നിനക്കൊന്നും പറയല്ലേ? സന്തോഷമുണ്ട്. കാരണം വെച്ചാല് ഇത്രയും പോസിറ്റീവായിട്ട് നമ്മുടെ അടുത്ത് ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. കാരണം നമ്മളെ നേരിൽ കാണുവോ, നമ്മളെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയാം, നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മളെ കണ്ടുള്ള പരിചയമുള്ളൂ. അപ്പൊ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ വഴിപാടായാലും നേർച്ചയായാലും അതുപോലെ എല്ലാ രീതിയിലും നമുക്ക് സപ്പോർട്ട് ചെയ്തുള്ള അവർ സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടി. അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആളത് പുറകെ കിടക്കുമായിരുന്നു കേട്ടോ, ഉറങ്ങുമായിരുന്നു. ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു ഉറക്കമുണ്ട് ഞങ്ങൾക്ക്. വൈകുന്നേരത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് മോനെ എഴുന്നേറ്റിട്ടാണ്. ചാടാനോട് ഹായ് പറഞ്ഞേ, എല്ലാരോടും ഒരു ഹായ് പറഞ്ഞു. എല്ലാരോടും ഒരു ഹായ് പറഞ്ഞേ. ഞങ്ങളടുത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇനി മോനെ ഫോട്ടോയും വീഡിയോ ഒന്നും കാണിക്കണ്ട, ആര് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ല. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്കും ആഗ്രഹം കാണണം എന്നുള്ളത്. ഞങ്ങള് എന്താ പറയുന്നത്, മരിക്കും വരെയും ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ ഇരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നെ ചവിട്ടുന്നു, എന്നെ വയറ്റിലും ചവിട്ടുമായിരുന്നു, പുറത്തു വന്നിട്ട് എന്നെ ചവിട്ടുവാണ് കാര്യം. നിന്റെ അച്ഛനിട്ട് കൊടുക്കടാ ഇത് ചവിട്ട്. എല്ലാരോടും സുഖാണെന്ന് ചോദിച്ചേ ഭാവേ, എല്ലാരോടും സുഖാണെന്ന് ചോദിച്ചേ. എല്ലാരും ചോദിച്ചു സുഖാണ് എല്ലാവർക്കും. ഞാന് ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കേട്ടോ, എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇതെന്റെ മോന്റെ ബാച്ച ഇല്ലേ? അപ്പൊ ഇനി കുറച്ചു നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകില്ല. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്, വിശേഷങ്ങള് വീണ്ടും നമുക്ക് പങ്കുവെക്കാം. അതിനായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കരുതലും കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കരയുന്ന ഒരുപാട് പേര് ആഗ്രഹിച്ചു, കരയില്ല ഇനി ഒരിക്കലും. കാരണം കൂടെ ഉണ്ട്, ദൈവം മാത്രമല്ല ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് കൂടെ ഉണ്ട്. ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. എല്ലാവരും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാടധികം നന്ദിയുണ്ട്. ഒത്തിരി അധികം നന്ദിയുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ.